അല്ല ഇനിയിപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഏത് ഫ്രാഞ്ചൈസിയുടെയാണ് നമുക്ക് സിനിമ കിട്ടാതെയുള്ളത്? കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഫ്രാഞ്ചൈസിയുടെയും നമുക്കിപ്പോൾ സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ നമുക്ക് മാരിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണെങ്കിലും വൺ പീസ് ആനിമയുടെ ഒരു ലൈവ് അഡാപ്റ്റേഷൻ നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്നുണ്ട്. ഹോ, ചൈൽഡ്ഹുഡിൽ നൊസ്റ്റാൾജിയ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും നമുക്ക് സിനിമ അല്ലെങ്കിൽ സീരീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഹോളിവുഡിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ബാർബിയുടെ സിനിമയിൽ ലഭിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബാർബി സിനിമ നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണണോ അല്ലെങ്കിൽ അത് കാണേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണേ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ ഈ സിനിമ കണ്ടതിനെ പറ്റി എനിക്കുണ്ടായിരുന്ന ആദ്യത്തെ വലിയൊരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് അവർ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അതൊരു ഇതായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഏതൊരു സിനിമ ഇറക്കുമ്പോഴേ അവർക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. അതായത് കുട്ടികൾക്ക് വേണ്ടി, വലിയവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം. എന്നിരുന്നാൽ തന്നെ ഇതിനകത്ത് അവർ കാണിച്ചിട്ടുള്ള കൺസെപ്റ്റും സ്റ്റോറിയൊക്കെ ആണെങ്കിൽ തന്നെ അത് കുറച്ചും കൂടി അഡൾട്ട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവരിനകത്ത് എന്താ പറയുക ഫേസ് ചെയ്യണ കുറേ കാര്യങ്ങൾ, അതായത് ബാർബി വേൾഡിൽ നിന്ന് ബാർബിയും കെന്നും കൂടി തിരിച്ച് നമ്മുടെ വേൾഡിൽ വരും. അവിടെ കുറേയധികം കാര്യങ്ങൾ, അതായത് ബാർബി ഡോളിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ സിനിമ ഒരു കോമഡി സിനിമയാണ്. പക്ഷെ കൂടുതലും കോമഡി നമുക്കിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ള അഡൾട്ട് ജോക്സ് ആയിട്ട് തന്നെയാണ്. സോ എന്താണെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് നോക്കി ഒരിക്കലും കുട്ടികളായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. സോ ആ ഒരു വലിയൊരു കാര്യം എനിക്കൊരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ. ഇനി അടുത്തൊരു കാര്യം എടുത്ത് പറയേണ്ടത്, സിനിമ കാണാൻ പോയതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്നത് മാർഗറ്റ് റോബിയുടെ സിനിമയാണ്. അതുകൂടാതെ തന്നെ റിയാൻ ഗോസ്ലിങ്ങിനെ നമുക്ക് കെന്നായിട്ടും കൂടി ഈ സിനിമയ്ക്കകത്ത് ലഭിക്കുന്നുണ്ട്. മാർഗറ്റ് റോബി സൂപ്പറായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. കാരണം മാർഗറ്റ് റോബി ഇപ്പോൾ ഏതൊരു ക്യാരക്ടർ, അതായത് ഹാർലിക്വിൻ ആണെങ്കിലും അതുകൂടാതെ പുള്ളിക്കാരിക്ക് ഏതൊരു ക്യാരക്ടർ കൊടുത്താലും പുള്ളിക്കാരിക്ക് ഇടുന്നതായിട്ട് തന്നെ ചെയ്യുന്നൊരു ആക്ട്രസസ് തന്നെയാണ്. ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇതിനകത്ത് ബാർബി ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് റിയാൻ ഗോസ്ലിങ്ങിനെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പുള്ളിക്കാരൻ ഇത്രയൊരു കോമഡി ആയിട്ടുള്ളൊരു റോൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആൻഡ് ഈ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരും പൊളിച്ചടിക്കിയിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ട ജോക്സും അതുകൂടാതെ തന്നെ പാട്ടും എല്ലാം സത്യം പറഞ്ഞാൽ കെന്നിൻ്റെ, അതായത് റിയാൻ ഗോസ്ലിങ്ങിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ വളരെ സൂപ്പറായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പുള്ളിക്കാരന് കൊടുത്തിട്ടുള്ള സൂപ്പറായിട്ട് എന്താണ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ബാർബി വേൾഡിനകത്ത് അവർ കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കോസ്റ്റ്യൂം ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം നമുക്ക് ബാർബി വേൾഡിലുള്ള സമയത്താണെങ്കിലും നമ്മുടെ റിയൽ വേൾഡിൽ വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനറും സൂപ്പറായിട്ട് തന്നെ എന്താണെങ്കിലും ഈ സിനിമയ്ക്കകത്ത് ചെയ്യാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പേഴ്സണലി ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സിനിമയെ തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. അത് എൻ്റെ ഒപ്പീനിയൻ തന്നെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഈ സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസിനെ, ഈ സിനിമ ഉണ്ടാക്കിയ ആൾക്കാർക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടാണ് എനിക്ക് എന്താണെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണോ അതോ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണോ അതോ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ ഒരു കമ്മിങ് ഏജ് സ്റ്റോറി കാണിക്കാൻ അവർ ഉദ്ദേശിച്ച സിനിമയാണോ എന്നുള്ള ആ ഒരു ടാർഗറ്റ് ഓഡിയൻസ് അവർക്ക് കറക്റ്റായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയതായിട്ട് ഈ ഒരു സ്റ്റോറി കൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സിനിമയ്ക്കകത്തൊരു മെസ്സേജ് അവർ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് സിനിമയുടെ എൻഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള മെസ്സേജ് അവർ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അവർ മെസ്സേജ് കാണിച്ച രീതി ഇതിനേക്കാളും നന്നാക്കാമായിരുന്നു. ഇങ്ങനെയല്ലായിരുന്നു അവർ കാണിക്കേണ്ടിയിരുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അതുകൂടാതെ തന്നെ സിനിമയ്ക്കകത്തുള്ള ഒരു ആൻറ്റോഗണിസ്റ്റ് ആയിട്ട് വിൽ ഫെറലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനെയും അവർ ഭയങ്കര അലമ്പായിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ആക്ടർ തന്നെയായിരുന്നു, നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറായിരുന്നു. പക്ഷെ അവർ ചെയ്തെടുത്ത രീതി ഇത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോമഡി എന്നുള്ള പർപ്പസിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റർടൈനറാണ്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഓപ്പൺ ഹൈമർ സിനിമ കണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. നമ്മൾ ഓപ്പൺ ഹൈമറിൻ്റെ റിവ്യൂയുടെ വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ തന്നെയാണ്. ആൻഡ് ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണേണ്ടത് തന്നെയാണ്. പറ്റുവാണെങ്കിൽ ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം വളരെ കിടിലൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒബ്വിയസ്ലി അതൊരു നോളൻ്റെ പടം തന്നെയാണ്. സോ ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് റിലീസ് ചെയ്യുവാണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ ആൾക്കാർ കാണുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഇതിപ്പോൾ പറഞ്ഞ് ഞാൻ ബാർബിയുടെ റിവ്യൂ മാറി നേരെ ഓപ്പൺ ഹൈമറിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു.
ഓപ്പൺഹൈമറിന്റെ റിവ്യൂയുടെ വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കിയാൽ തന്നെ മതി. സോ ഇതെല്ലാം തന്നെയാണ് ബാർബി സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, ടു യുവർ സം, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.